മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അങ്ങനെ ഓണക്കാലാണ്. ഓണം സെലിബ്രേഷൻസൊക്കെ എല്ലാവരും പൊടിക്കുകയാണ്. പിള്ളേരൊക്കെ കോളേജിലൊക്കെ വേറെ ലെവലാണ്. എന്താ അവരുടെ ഒരു എൻജോയ്മെൻറ്റ്. ശരിക്കും ഈ സമയത്തൊക്കെ ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്താൽ മതിയായിരുന്നു തോന്നിപ്പോവുക. ഞങ്ങളൊക്കെ 2017-18 ആ ഒരു ടൈമിലാണ് ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്തിരുന്ന സമയം. 2016, 17, 18 ആ ഒരു സമയത്തായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു ബിടെക് അല്ലെ ഡിഗ്രി കാലഘട്ടം. ആ സമയത്തൊക്കെ ഇതുപോലെ പരിപാടികളുണ്ട്. പക്ഷേ ഇത്ര ഒരു 2025 പോലെ ഇത്ര കളർഫുള്ളല്ല. നിങ്ങൾ ഭയങ്കര റേഞ്ചാണ് പിള്ളേരെ. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെ സെലിബ്രേഷൻസ് കാണുമ്പോൾ. നല്ല മാറ്റങ്ങളാണ് ഒരുപാട്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യം നിങ്ങൾക്കില്ല. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പം ഞങ്ങൾ പൂക്കളൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് പറിക്കാൻ പോയിരുന്നു, വയലിൽ, പാടത്തൊക്കെ. അതേപോലെ വീടിൻ്റെ എല്ലാ വീട്ടിലും ആ സമയമാകുമ്പോൾ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു സംഭവം എവിടെയില്ല. നിങ്ങൾ പൂക്കൾ റെഡിമെയ്ഡ് ഓണാണ്, വിപണിയിൽ നിന്ന് വാങ്ങിക്കണം പൂക്കളൊക്കെ. നമുക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമുക്ക് എല്ലാ സ്ഥലത്തും ഫുള്ളായിട്ട് പൂക്കളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കില്ല. കാരണം ഇവിടെ മുമ്പൊക്കെ നമ്മളിവിടെ നാട്ടിലുണ്ടായിരുന്ന ചേച്ചിമാരോടൊക്കെ ചോദിച്ചറിയാൻ പറ്റും എന്തായിരുന്നു അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. അടിപൊളി ഒരു ശരിക്കും പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന ഒരു ഓണം കാലഘട്ടം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു 2K കിഡ്സിന് അതില്ല. അതായത് എന്നാലും പക്ഷേ ഓണപരിപാടികൾ ഇപ്പം കളർഫുള്ളാണ്. അപ്പം എന്തായാലും ഞങ്ങൾക്ക് പ്രാവശ്യം ഓണമല്ല, ഓണം പരിപാടികളൊന്നുമില്ല. ഗ്രാൻഡ് മദർ മരിച്ചതുകൊണ്ട് ഓണപരിപാടികളില്ല. അപ്പം എന്തായാലും നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു ഓണം എല്ലാവർക്കും വിഷ് ചെയ്യാണ്, അഡ്വാൻസ് ആയിട്ടാണ്. അപ്പോൾ ഹാപ്പി ആയിട്ടുള്ള സൺഡേ. ഒരു ഷെയ്ക്കാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യലാണ്, അമേൻ്റെ വക. അപ്പോൾ എല്ലാവരും ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക. ബൈ.